നമസ്കാരം. കോൺഗ്രസിൽ വമ്പൻ ഗ്രൂപ്പ് തർക്കവും പൊട്ടിത്തെറിയും ഉടലെടുത്തതോടെ ഓരോ ദിവസവും പ്രധാനപ്പെട്ട പല പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് വിട്ടു പോകാൻ തുടങ്ങിയതോടെ ഇനി പാലക്കാടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ എന്താണ് കോൺഗ്രസ് പയറ്റുന്നത്? വ്യാജ വോട്ടുകൾ ചേർക്കുകയാണ്. ഏകദേശം പാലക്കാടിൽ 2700-ലധികം വ്യാജ വോട്ടുകൾ കോൺഗ്രസ് ഇതിനോടകം തന്നെ ചേർത്തു എന്ന വാർത്തയാണ് പാലക്കാടിൽ നിന്ന് പുറത്തു വരുന്നത്. പിരിയാരി പഞ്ചായത്തിൽ മാത്രം ഏകദേശം 800-ലധികം വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കുന്നു. മാത്രവുമല്ല, കണ്ണാടി, മലമ്പുഴ, പിരിയാരി പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലും ഇത്തരത്തിലുള്ള ചില വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റിയിരിക്കുകയാണ് കോൺഗ്രസ്. പട്ടാമ്പിയിൽ വോട്ടുള്ള ആളുകൾക്ക് വരെ പാലക്കാട് നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട്. അങ്ങനെ തിരികെ കയറ്റിയിരിക്കുന്നു. അതായത് വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ആ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കാണുന്ന അല്ലെങ്കിൽ അതിൽ വോട്ടുള്ള ആളുകളെ അന്വേഷിച്ച് ആ വീടുകളിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു വീടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മേൽവിലാസമോ ഇല്ല എന്ന വാർത്തകൾ പോലും പുറത്തു വരികയാണ്. മാത്രവുമല്ലല്ലോ, അതായത് ഈ പേര് ചേർക്കാനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാനത്തെ ആ ദിവസമാണ് ഇതെല്ലാം അടിച്ചു കയറ്റി ലിസ്റ്റിൽ കയറ്റി ഇരിക്കുന്നത്. കണ്ടുപിടിക്കില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മുഴുവൻ വ്യാജമയം എന്ന് പറയാതെ വയ്യ. അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി, വ്യാജ മേൽവിലാസം ഉണ്ടാക്കി, ഇങ്ങനെ വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ട് കോൺഗ്രസ് ഒരു അവസാന പയറ്റ് നോക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, അധ്യക്ഷനായത് വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ പറയുന്ന ഊത്തന് നന്നായിട്ട് അറിയാമായിരിക്കും. പിന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിലെ പ്രതിയായിട്ടുള്ള ഫെനി 24 മണിക്കൂറും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ പാലക്കാട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തിനാണ് ഫെനി അവിടെ കാലെടുത്ത് വെച്ചതെന്ന് ഇപ്പൊ ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണേ, എത്ര നെറുകെട്ട രീതിയിലാണ് അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു പ്രത്യേക രീതിയിലുള്ള പൊളിറ്റിക്സ് പയറ്റുന്നത്. മാത്രവുമല്ല, നമുക്കറിയാമല്ലോ ഇതിനോടകം തന്നെ എത്ര തന്ത്രങ്ങൾ പയറ്റി നോക്കി. കള്ളപ്പണം ഇറക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നൊരു ആരോപണം ഉയർന്നു എന്ന് നമ്മൾ കണ്ടതാണല്ലോ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും ഒരു വ്യക്തത വരുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനോ സംഘത്തിനോ കഴിഞ്ഞിട്ടില്ല. അത് പാളി എന്ന് മനസ്സിലായി. അതിനുശേഷം സ്പിരിറ്റ് ഒഴുകി നോക്കി, രക്ഷയില്ല, അതും പോലീസ് പിടികൂടി. ഇപ്പോ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റുകയാണ്. ഇനിയിപ്പോ അജിത് കുമാറിന്റെ പേരിലും രജനികാന്തിന്റെ പേരിലും അല്ലു അർജുന്റെ പേരിലുമൊക്കെ ആ വോട്ടർ പട്ടികയിൽ പേര് കണ്ടാൽ അതിശയിക്കാനില്ല. ചിലപ്പോ അതും ഉണ്ടായേക്കാം. അറിയാമല്ലോ, മത്സരിക്കുന്നത് നിസ്സാരക്കാരനൊന്നുമല്ല എന്നാണ് എടുത്തു പറയാനുള്ളത്. ചില വോട്ടർ പട്ടികയിൽ കണ്ട ചില കാര്യങ്ങൾ നമുക്ക് എന്തായാലും പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചാവക്കാട് സ്വദേശിയായ ജിതേഷ് ക്രമ നമ്പർ 430 പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നു. ബൂത്ത് നമ്പർ 134 ക്രമ നമ്പർ 1434 വോട്ടറായ കോയപ്പ് എന്നയാളുടെ പേര് 135 ബൂത്തിൽ ക്രമ നമ്പർ 855 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ അടുത്ത ബന്ധുവാണ് ഇദ്ദേഹമെന്ന് വാർത്തകൾ വരുന്നു. 105 ബൂത്തിലെ 786 ക്രമ നമ്പർ വത്സലയ്ക്ക് 66 ബൂത്തിലും വോട്ടുണ്ട്. കണ്ണാടിയിൽ 176 ബൂത്തിലെ ക്രമ നമ്പർ 1538 രമേശ് മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടറാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാരെ സ്വാധീനിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ വ്യാജ വോട്ടുകളൊക്കെ ചേർത്തിരിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ വ്യാജ വോട്ടുകളൊക്കെ ഉണ്ടാക്കിയാണ് ഇക്കുറി അവിടെ ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമം നടത്തുന്നതെന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെയൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ കോൺഗ്രസിനെ ഓർത്ത് നമുക്കൊക്കെ പശ്ചാത്താപം തോന്നുന്ന, അല്ലെങ്കിൽ അവരെ ഓർത്ത് നമുക്കൊക്കെ വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു നീചമായ പ്രവൃത്തിയാണ് ഇപ്പോൾ പാലക്കാടിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇപ്പൊ ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി ഈ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് കൃഷ്ണകുമാരി പറയുന്നത്? 2020 പഞ്ചായത്ത് ഇലക്ഷനിൽ CPM-നെ തകർക്കാൻ വേണ്ടി BJP-യുമായി കൈകോർത്തു അത്രേ. അവിടെ BJP-യും കോൺഗ്രസുമായി കൈകൊടുത്തു എന്ന വാർത്ത പുറത്തു വരികയാണ്. അപ്പോൾ ഇതുവരെ CPM-ന്റെ സ്ഥാനാർത്ഥികൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉടലെടുക്കുകയല്ലേ. സരിൻ എന്താണ് പറഞ്ഞത്? അതായത് പാലക്കാട് ഒരു ഡീലുണ്ട്, BJP-യുമായി ഒരു ഡീല്. വടകരയിൽ ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ബൈ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ BJP-യെ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് കോൺഗ്രസ് ഒരു ഡീലിലെത്തിയിരുന്നു.
അങ്ങനെ പാലക്കാടിൽ നിന്ന് BJPക്ക് ഒരു MLA ഉണ്ടാക്കി അങ്ങ് നിയമസഭയിലേക്ക് BJPയുടെ ഒരു MLA വിടാൻ വേണ്ടിയായിരുന്നു ആ കരാർ, ആ ഡീൽ എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ സരിൻ പറഞ്ഞത് ഇപ്പോതാ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ. ഓരോ ദിവസവും ഇറങ്ങുകയാണല്ലോ കോൺഗ്രസിൽ നിന്ന് ഓരോ നേതാക്കൾ. അതായത് ഷാഫി പറമ്പിലിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ഷാനിബ് ഇറങ്ങിയില്ലേ, ഷാനിബ് ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പൊ കൃഷ്ണകുമാരി ഇറങ്ങുമ്പോൾ കൃഷ്ണകുമാരി ഇത് തന്നെ പറയുന്നു, നസീഫ് ഇറങ്ങുന്നു, നസീഫ് ഇത് തന്നെ പറയുന്നു. അങ്ങനെ പേരുകളിൽ മാത്രമേ മാറ്റമുള്ളൂ, പറയുന്നതെല്ലാം ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട മതേതര മുഖത്തെക്കുറിച്ച് പറയുന്നു. സംഘപരിവാർ മുഖം കോൺഗ്രസിന് വന്നിരിക്കുന്നു, അത് തുറന്നു കാണിക്കുന്നു. സതീശന്റെയും ഷാഫിയുടെയും ഏകാധിപത്യ ഭരണം തുറന്നു കാണിക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സരിൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അദ്ദേഹം ബഹുദൂരം പ്രചാരണ രംഗത്ത് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വിജയ സാധ്യത ഇപ്പോൾ DCC പോലും വിലയിരുത്തുന്ന സാഹചര്യം വന്നപ്പോൾ 18ാമത്തെ അടവിറക്കി രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. പക്ഷേ അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. എന്തൊക്കെ മേളമായിരുന്നു ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ്. അതായത് VD സതീശനും ഷാഫിയും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം എന്നായിരുന്നു. ഇന്ന് ആ പ്രതികരണത്തിൽ നിന്ന്, ആ നിലപാടിൽ നിന്ന് ഇവരൊക്കെ വ്യതിചലിച്ചില്ലേ. ഇപ്പോ LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നൊരവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചില്ലേ. എങ്ങനെ അങ്ങനെ എത്തിച്ചു? അതായത് പ്രധാനപ്പെട്ട പല നേതാക്കൾ, K മുരളീധരനെ പോലുള്ള, ശശി തരൂരിനെ പോലുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളും അവിടെ വന്ന് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയപ്പോൾ സരിന് ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട്, സരിൻ ബഹുദൂരം മുന്നിലാണ് എന്ന വസ്തുത വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ, അദ്ദേഹം ഒരു മിടുക്കനാണ് എന്ന് തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി സതീശനും ഷാഫിക്കും അംഗീകരിക്കേണ്ടി വന്നു. അതായത് ഒരു പരിധിവരെ ഇപ്പോൾ എടുത്തു വെച്ച് നോക്കിയാൽ സരിൻ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സരിൻ ബഹുദൂരം മുന്നേറ്റം നടത്തുന്നു എന്ന് കണ്ടപ്പോഴാണല്ലോ EP ജയരാജൻ സരിനെതിരെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞു വന്ന ഒരു വ്യാജ പ്രചരണം നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൊട്ടി ആഘോഷിച്ചത്. അവസാനം അതൊക്കെ പച്ചക്കള്ളമായിരുന്നുവെന്നും അത് പെരുനുണയായിരുന്നുവെന്നും EP ജയരാജൻ തന്നെ തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു. ഇതാ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. എന്നിട്ടും ആ കള്ളം തിരുത്താൻ നമ്മുടെ VD സതീശനും ഗ്യാങ്ങും തയ്യാറാകുന്നില്ലല്ലോ. കനകോരു കേരളത്തിൽ കാലുകുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ നുണബോംബുകളാണ് ഇപ്പോൾ എടുത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും മാപ്രകളും. അങ്ങനെ നുണബോംബുകൾ ഇറക്കി ഈ ഗീബൽസ്യൻ തന്ത്രങ്ങൾ പയറ്റി സരിനെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷന് തലേ ദിവസം അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനം പോകുന്നതിന് മുമ്പും കണ്ടോ ഇതേ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നട്ടാൽ കുരുക്കാത്ത പല പച്ചക്കള്ളങ്ങളും ഇറക്കിയെന്നിരിക്കും. EP ജയരാജനെ 2 വട്ടം ഉപയോഗിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വെച്ചൊരു വ്യാജ വാർത്തയുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴും അതേ രീതിയിലുള്ള തന്ത്രം പയറ്റിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ കനകോലുവിന്റെ ഏജന്റുമാരായി മാറിയിരിക്കുന്നു, കോലീബിയുടെ ഏജന്റുമാരായി മാറിയിരിക്കുന്നു. അവർ എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ജനം പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഇത്തവണ ഇലക്ഷനിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാലക്കാടിൽ വികസനം എന്താണെന്ന് ഷാഫി പറമ്പലിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ വികസനം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ സരിന് മാത്രമേ കഴിയൂ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ ജനങ്ങളെ സേവിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം, അതൊക്കെ പാലക്കാടുകാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉത്തമനായ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ജനസേവനത്തിന് വേണ്ടി സ്വന്തം ജോലി പോലും രാജിവെച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇത്രയും വിദ്യാസമ്പന്നനായ ഒരാൾ പാലക്കാട് നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു വലിയ മഹാനേട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കണ്ട വ്യാജന്മാർ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങളെ വഞ്ചിക്കുക മാത്രമേ ചെയ്യൂ എന്ന കാര്യത്തിൽ അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ എന്ന് ഉറപ്പിച്ചു പറയാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജയിക്കാൻ വേണ്ടിയുള്ള വിലപേശൽ രാഷ്ട്രീയം, വ്യാജ തിരിച്ചൽ കാർഡുണ്ടാക്കി വ്യാജ വോട്ടുകൾ ചേർത്ത് നടത്തുന്ന നാടകങ്ങൾ, പാതിരാ നാടകങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് പാലക്കാടിലെ ജനങ്ങൾ 20-ാം തീയതി അവരുടെ ജനവധി അവർ എന്തായാലും രേഖപ്പെടുത്തുമ്പോൾ അത് ഇത്തരം കാപട്യം പയറ്റുന്ന സതീശന്മാരുടെ കരണത്തേറ്റടിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.